നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായി തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പല കാര്യങ്ങളും കടിച്ചമർത്തി ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. സങ്കടക്കടലിന് അകത്ത് അകപ്പെട്ടു പോയിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. പലവിധ വിഷമങ്ങളുണ്ട്. എന്നാൽ ഈ സമയങ്ങളിൽ ഒപ്പമുണ്ടാകും എന്ന് വിചാരിച്ച പലരും നിങ്ങൾക്കൊപ്പം ഇല്ലാത്തതായ ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. വാനോളം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും നിങ്ങൾ. കഴിഞ്ഞ 3-4 വർഷങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്നവരാകാം. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പോലും ആകുവാൻ സാധ്യതയുണ്ട്. ധനം, വിലപ്പെട്ടതായ ചില കാര്യങ്ങൾ, ഇത്തരത്തിൽ ചിന്തിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ആകുലതകളുണ്ട്. ധനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം ആകുലതകളുണ്ട്. നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരിച്ച് നേടിയെടുക്കുവാൻ അവസരം വന്ന് ചേരാവുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. ധൈര്യമായി ഇരിക്കുക എന്ന കാര്യമാണ് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹം, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യദോഷം കൊണ്ട് പലവിധ നഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, തിരികെ ലഭിക്കാത്തതായ ചില കാര്യങ്ങൾ, അത്തരം പല കാര്യങ്ങളും നഷ്ടങ്ങൾ സംഭവിച്ച വ്യക്തികളാണ്. ഭാഗ്യദോഷം അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളോളം കഴിവും കഷ്ടപ്പാടും ഇല്ലാത്തവർ വിജയിച്ച് കയറിയപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പോലും പല അവസരങ്ങൾ നിങ്ങൾക്ക് മേൽ ലഭിച്ചപ്പോൾ, നിങ്ങൾക്ക് മാത്രം ഭാഗ്യക്കേടിനാൽ അവസരങ്ങൾ നഷ്ടമായതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. സ്വയം പഴിച്ച ദിവസങ്ങൾ തന്നെയാണ് ഏവരുടെയും മുൻപിലുള്ളത് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും അത്തരം ഒരു വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളവരാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച, മക്കളിലൂടെ സൗഭാഗ്യങ്ങൾ വരിക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് ഐശ്വര്യപൂർണമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ സ്വയം പഴിച്ചതായ ദിവസങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു മാറ്റം കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത്. ഈ സമയം നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഒന്നുമില്ലാത്തതായ അവസ്ഥയാണ് പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നത് എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ സ്വസ്ഥത എന്ന സാധനം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അടുത്തുകൂടെ പോലും പോയിട്ടില്ല എന്ന് തോന്നുന്ന പല അനുഭവങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലൂടെ ജീവിതത്തിൽ സ്വസ്ഥത കടന്നു വരാത്തതായ സാഹചര്യം, അതായത് സ്വസ്ഥത നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ലഭിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. ഒന്ന് തീരുമ്പോഴേക്കും അടുത്ത ഒരു കാര്യം വരുന്നതായ സാഹചര്യം ഉണ്ടാകും. ഒന്ന് തീരുമ്പോഴേക്കും അടുത്ത കാര്യങ്ങൾ മംഗളമാകും എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും അത്തരം തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിനാൽ പലപ്പോഴും പ്രതീക്ഷ പോലും നഷ്ടമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുന്നു. സ്വസ്ഥതക്കേട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. കാലാകാലങ്ങളായി ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. സ്വസ്ഥതക്കേട് ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. ഏത് കാര്യത്തിനായി ഇറങ്ങിയാലും പലതരം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതും നിങ്ങളുടെ മനസ്സ് വല്ലാതെ മടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു.
ഈ സമയം ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും അതിന് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. അനുഭവിക്കുന്ന സങ്കടങ്ങൾ, തടസ്സങ്ങൾ, ഇതിൽ നിന്നും ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പച്ച പിടിക്കുന്നതായ സാഹചര്യം, കർമ്മരംഗത്ത് ഉയർച്ച വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്നും കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി തന്നെ വന്ന് ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യവും രൂപം കൊള്ളും എന്ന കാര്യവും ഓർക്കുക. ചുറ്റും ശത്രുക്കൾ ഉണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ശത്രുക്കൾ നിങ്ങളെ വീഴ്ച കണ്ട് നിൽക്കുവാൻ കാത്തിരിക്കുന്നവർ തന്നെയാണ്. അവർക്ക് മുൻപിൽ വിജയിക്കണം എന്ന ആഗ്രഹം പലപ്പോഴും വച്ച് പുലർത്തുന്നു എങ്കിലും ശ്രമങ്ങൾ പലപ്പോഴും വിജയത്തിലെത്തുന്നില്ല എന്നതും വാസ്തവമാണ്. പറ്റിയാൽ ഉന്തി താഴെയിടുവാൻ പോലും കാത്തു നിൽക്കുന്നവരാണ് എന്ന് പറയാം. ആപത്ത് വന്നാൽ പോലും പരിഹസിച്ച് ചിരിക്കുവാൻ താല്പര്യപ്പെടുന്ന പലരും നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ അത്തരം ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ശത്രുക്കളുടെ നടുക്കടലിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ വീട്ടിൽ പോലും ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുന്നതായ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും വിഷമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ആരെയും ദ്രോഹിക്കാതെ തന്നെ ഇത്രമേൽ ശത്രുത എന്തിനാണ് എന്ന് ഓർത്തുപോലും വിഷമിക്കുന്ന സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾക്ക് അവരുടെ നാശം തന്നെ കൊണ്ടുവരും. അതായത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ നശിക്കണം എന്ന് ആഗ്രഹിച്ച് അവർക്ക് നാശം സംഭവിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക എന്നതാണ് വാസ്തവം. നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുന്ന സാഹചര്യം വന്ന് ചേരും എന്നതും വാസ്തവമാണ്. അത്തരം ചില അത്ഭുതങ്ങളും സംഭവിക്കാം. വിജയിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. ധനപരമായോ മറ്റ് നേട്ടങ്ങളോ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ പലതും നടക്കാനായി പോകുന്നു എന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. ഈ സമയം പലപ്പോഴും പല കാര്യങ്ങളും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളും ലഭിക്കും എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും തുടക്കത്തിൽ നിങ്ങൾ വിചാരിച്ച ആ പുരോഗതി ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ പിന്നീട് അത്തരം കാര്യങ്ങൾ അനുകൂലമല്ലാത്തതായ സാഹചര്യവും ലഭിക്കാത്തതായ സാഹചര്യവുമുണ്ട്. അതായത് പല കാര്യങ്ങളും പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പോലും കിട്ടാത്തതായ സാഹചര്യമുണ്ട്. അത്തരം അവസ്ഥയിൽ കിട്ടിയില്ല എന്ന ഒരു അവസ്ഥയിൽ മുടങ്ങിപ്പോകുന്ന സാഹചര്യം പോലുമുണ്ട്. അവസാന നിമിഷം പോലും നഷ്ടങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ശത്രുക്കൾ എല്ലായിടത്തുമുണ്ട്. പ്രാക്കും എരിച്ചിലും കണ്ണീറും നിങ്ങളെ പല വിധത്തിലും ബാധിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ദിനങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. കുടുംബത്തിൽ മൊത്തം ഐശ്വര്യം വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഭഗവാൻ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തും എന്ന സന്ദേശം തന്നെയാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ചില അപകടകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതാകുന്നു. അതിനാൽ ഈ സമയം എന്താണ് അത്തരം കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഭഗവാൻ ഒപ്പം ഉള്ളതിനാൽ തന്നെ
ഈ കാര്യങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും.